ഈ പറയുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ SNDPയും NSSും മുന്നോട്ട് വയ്ക്കുമ്പോൾ VD സതീശൻ യഥാർത്ഥത്തിൽ തുറന്നു കാട്ടപ്പെട്ട ഒരു ദിവസമാണോ കടന്നുപോയത്? UDFിനുള്ളിൽ ലീഗ് ഒഴിച്ചുള്ള ഘടകകക്ഷികൾക്ക് അത് സതീശൻ വിളിച്ചു വരുത്തിയതാണ്, സതീശൻ ക്ഷണിച്ചു കൊണ്ടുവന്ന അപകടമാണ് എന്ന വിലയിരുത്തലാണോ ഉള്ളത്? തീർച്ചയായും മനു, കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം തന്നെ നാം വായിച്ചെടുക്കാം. കാരണം പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ പേരെടുത്ത് സമുദായ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ വന്ന ശേഷമുള്ള പ്രതികരണം ഏത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ്. അത് ഈ VD സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി നടത്തുന്ന പ്രകോപനപരമായ പല പ്രസ്താവനകളും അത് ജാതി മത ധ്രുവീകരണത്തിന് വഴിയൊരുക്കുന്ന ശ്രമം തന്നെയാണ് VD സതീശൻ നടത്തുന്നത്. അതിന് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ പ്രകോപനപരമായ പ്രസ്താവന നടത്തുകയും ഒരു ഘട്ടത്തിൽ ഇത്തരം ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും ചെയ്ത ശേഷം അതിൻ്റെ ആരോപണം മുഴുവൻ ഇടതുപക്ഷത്തിനെയും LDF മുന്നണിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും തിരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ ചില വിവാദങ്ങളെ, ചില പാരടിപ്പാട്ടുകളെയൊക്കെ ഏത് തരത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ പ്രോത്സാഹിപ്പിച്ചതെന്നും അത് ഏത് തരത്തിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന കാര്യമൊക്കെ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നമ്മുടെ മാധ്യമപ്രവർത്തകൻ തന്നെ കൊച്ചിയിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് തങ്ങളുടെ കൂട്ടുകെട്ട് എന്നതാണ്. ഇതേ VD സതീശനോട് തന്നെ ഞാൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നിലമ്പൂരിൽ വെച്ച് ചോദിച്ച ചോദ്യം മനുവിന് ഓർമ്മയുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയല്ല എന്ന് താങ്കൾക്ക് നിലപാടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ വർഗീയ അജണ്ട ഇല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പോലും ന്യായീകരിക്കാത്ത കാര്യം പറഞ്ഞ നേതാവാണ് VD സതീശൻ. ഇപ്പോൾ അദ്ദേഹം ആ കാര്യം മറച്ചു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചോദിച്ച ചോദ്യവും ആ ചോദ്യത്തിന്റെ ഉത്തരവും അത് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണല്ലോ. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കുമ്പോൾ മറുഭാഗം കൂടി പറയേണ്ടത് മറുഭാഗത്ത് എന്താണ്? ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന VD സതീശൻ എവിടെയാണ്? 2006 മരക്കപ്പടിയിൽ ഗോൾവാൾക്കർ ശതാബ്ദി ആഘോഷത്തിൽ പോയി വിളക്ക് കൊളുത്തുകയാണ്. 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പോയി ഈ P പരമേശ്വരനെ കുറിച്ചും മറ്റുമൊക്കെ പ്രശംസിച്ച് സംസാരിക്കുകയാണ് VD സതീശൻ. തൃശ്ശൂരിൽ നടന്നൊരു പരിപാടി, അന്ന് പ്രതിപക്ഷ നേതാവ് പോലുമല്ല, തൃശ്ശൂരിൽ മറ്റ് കോൺഗ്രസ് MLA-മാരൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പറവൂരിൽ നിന്നുള്ള VD സതീശനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്? ഭാരതീയ വിചാര കേന്ദ്രം പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കുന്നു, മറുഭാഗത്ത് ഈ പറയുന്ന സംഘപരിവാറിനെ ചേർത്ത് പിടിക്കുന്നു. സതീശൻ കൊണ്ടുവരുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയ സമവാക്യമുണ്ടല്ലോ. തീർച്ചയായും. കാരണം VD സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരു വലിയ ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹം സത്യങ്ങൾ പറയുകയും നുണകൾ പറഞ്ഞ ശേഷം, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ചോദ്യം ചോദിക്കുന്നവരെ പ്രകോപിപ്പിച്ച് പെട്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ നിന്നോ മാധ്യമങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്നോ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അത് നമ്മൾ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിച്ച പുനരധിവാസം എടുക്കട്ടെ, ഈ പറഞ്ഞ RSSുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാകട്ടെ, മറ്റ് ചില ആരോപണങ്ങൾ ഉന്നയിച്ച് വസ്തുത എന്താണെന്ന് അടുത്ത ചോദ്യത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മാറുന്ന ഒരു രീതിയുണ്ട്. കഴിഞ്ഞ ദിവസവും അതേ രീതി അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി അദ്ദേഹം എടുക്കുന്നൊരു നിലപാട്. പിന്നെ വലതുപക്ഷ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പരമാവധി സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് നൽകിയുള്ള സ്പേസും ഒക്കെ അദ്ദേഹം പരമാവധി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പക്ഷേ ഇത് ജനങ്ങൾ വിലയിരുത്തുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി കഴിഞ്ഞ ദിവസം 2 സമുദായ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതാണ്. ഒപ്പം തന്നെ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സൂക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി പരമാവധി ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും എന്നാൽ മറു ആരോപണ രാഷ്ട്രീയ പ്രതിയോഗിക്ക് നേരെ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു കുതന്ത്രമാണ് തുടർച്ചയായി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത സമീപനങ്ങൾ. ഏതെല്ലാം തരത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയും അതെല്ലാം പരമാവധി ശ്രമിക്കുകയും അദ്ദേഹം ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തെ ആ നിലയിൽ പ്രതിരോധിക്കാൻ അദ്ദേഹം തയ്യാറാവുകയുമില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ
സമീപകാലത്ത് ഇത്തരം വലിയൊരു വിവാദം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും അവസ്ഥ കൂടി നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത്രയും വലിയ രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് ലീഗ് ഒഴികെ, കഴിഞ്ഞ ദിവസം ലീഗ് മാത്രമാണ് VD സതീശനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. മറ്റൊരു നേതാവും കോൺഗ്രസിൽ നിന്ന് ഇക്കാര്യത്തിൽ പിന്തുണച്ച് VD സതീശനെ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവരടക്കം പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രകോപനം സൃഷ്ടിക്കാൻ പല ഘട്ടങ്ങളിലും വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശസ്തിക്ക് വേണ്ടിയും വ്യക്തിപരമായി സോഷ്യൽ മീഡിയയിൽ പരമാവധി ഒരു VD സതീശൻ എന്ന വ്യക്തിയിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ചില നേതാക്കളെയൊക്കെ തന്നെ പ്രകോപിപ്പിക്കുകയും പരമാവധി ഇങ്ങനെ വ്യക്തിപരമായ ആക്രമണം നടത്തുകയും ചെയ്യുന്ന VD സതീശൻ സമീപനങ്ങളോട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും യോജിപ്പില്ല. ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ 3 മാസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരം പ്രകോപനങ്ങളെല്ലാം വിളിച്ചു വരുത്തിയതാണ് എന്ന നിലപാടാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് ഇതൊരു വലിയ ആഭ്യന്തര പ്രശ്നമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്, ദേശീയ നേതൃത്വം ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം പല നേതാക്കളുമായും സ്വകാര്യമായി സംസാരിച്ചു എന്ന് തന്നെയാണ് നാം പറയുന്നത്. ഈ പറഞ്ഞ സാമുദായിക നേതാക്കളുമായി ബന്ധമുള്ള നേതാക്കൾ പോയി സംസാരിക്കുകയും രഹസ്യമായി ഇക്കാര്യങ്ങളിൽ കൂടുതൽ പ്രകോപനത്തിൽ പോകാതിരിക്കാനുള്ള സമന്വയം ഉണ്ടാക്കുകയും വേണം. രാത്രി വൈകി ആരും കാണാതെ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിച്ചത് ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ധ്രുവൻ? തീർച്ചയായും അത് അത്തരം നിർദ്ദേശം AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ പോകണമെങ്കിൽ സ്വാഭാവികമായി ലീഡർഷിപ്പ് അറിയാതെ പോകില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ മാധ്യമങ്ങളെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ പെട്ടെന്ന് വാഹനം പിന്നോട്ടെടുത്ത് അദ്ദേഹം പോകാൻ ശ്രമിച്ചു. പക്ഷേ ഇത് വാർത്തയായപ്പോൾ അദ്ദേഹം വീണ്ടും മടങ്ങിവന്ന് മാധ്യമങ്ങളെ കണ്ടു. അങ്ങനെ അതിൻ്റെ ഒരു പ്രതികരണവും അത് കഴിഞ്ഞ ദിവസം വന്ന കാര്യമാണ്. ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി പ്രകോപനപരമായി ഈ വിഷയത്തെ സമീപിക്കരുതെന്നും കൂടുതൽ ചർച്ചകളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ വാക്കുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും വിശദീകരണം ഇനിയും തരേണ്ടി വരും. കാരണം അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ UDF-ൻ്റെ ചെയർമാനാണ്, പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അത്തരം UDF-നെ നയിക്കുന്ന ഒരു നേതാവിനെതിരെ 2 പ്രബല സമുദായ സംഘടനകൾ വളരെ നിശിതമായ രൂക്ഷമായ വിമർശനവും രാഷ്ട്രീയപരമായ വിമർശനം, വ്യക്തിപരമായ വിമർശനം മാത്രമല്ല രാഷ്ട്രീയപരമായ വിമർശനം കൂടി 2 ജനറൽ സെക്രട്ടറിമാർ ഉന്നയിച്ച സ്ഥിതിക്ക് പൂർണ്ണമായി പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിലാണ്. ഇതിൻ്റെ ആഘാതം UDF-നും കോൺഗ്രസിനും ഉണ്ടാവുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ലീഗ് ഒഴിച്ചുള്ള എല്ലാ UDF നേതാക്കൾക്കും ഉള്ളത്. മനു.